വി.എസ്. അച്യുതാനന്ദൻ്റെ മരണം ഗംഭീരമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതിൽ മനോരമ അതിഗംഭീരമായി അവരുടെ ലേഔട്ടും ഡിസൈനും ഒക്കെയും അതുപോലെ തന്നെ കണ്ടൻറ്റും ഒക്കെ അതിഗംഭീരമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്കറിയാം മാതൃഭൂമിയൊന്നും ഒട്ടും മോശമായില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും വലിയ മത്സരം നടന്നത് സാറ്റലൈറ്റ് ചാനലുകളിലാണ്. ആ സാറ്റലൈറ്റ് ചാനലുകളിൽ നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ അതിഗംഭീരമായി തന്നെ ഈ സംഭവവും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അവരൊക്കെ ഇപ്പോൾ ഇതിനെ കാണുന്നത് ടെക്നിക്കലി ഒരു ഈവൻ്റ് ആയിട്ടാണ്. നമുക്കെല്ലാം അറിയാം, നേരത്തെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴൊക്കെ തന്നെയാണ് അത് വിജയകരമായി പരീക്ഷിച്ചതും അതിന് വലിയ തോതിൽ വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയതുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഷിരൂരിലായാലും അല്ലെങ്കിൽ വയനാട്ടിലെ മണ്ണിടിച്ചിലായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ഈവൻ്റ് ആയിട്ടാണ് മാധ്യമങ്ങളൊക്കെ തന്നെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ അവർ കവർ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ ഇത്തവണ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ അത് ഉമ്മൻചാണ്ടിയെ അവഹേളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദമായിട്ടുണ്ട്. അതിൻ്റെ കാരണം നമുക്കറിയാം, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഈവൻറ്റും ഒക്കെ ഇതുപോലെ തന്നെ കൃത്യമായി മരണവും ഒക്കെ തന്നെ ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ചെയ്തതിൽ ഇത്തവണ വലിയ തോതിലുള്ള മത്സരമുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം ആളുകളെ വൈകാരികമാക്കാമോ എന്നുള്ള പരിശ്രമമൊക്കെ അതിനകത്ത് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടി ഡോക്ടർ അരുൺകുമാർ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ കൺസൾട്ടിങ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അതിൻ്റെ ചീഫ്. അദ്ദേഹമാണ് റിപ്പോർട്ടർ ചാനലിനെ ഇത്രയും വലിയ വ്യൂവർഷിപ്പിലേക്ക് എത്തിച്ചതും ഉയരങ്ങളിലേക്ക് എത്തിച്ചതുമൊക്കെ തന്നെ. അപ്പോൾ അവിടെ അരുൺകുമാർ നടത്തിയിട്ടുള്ള ഒരു പരാമർശം ഇതാണ്. ആ പരാമർശത്തിന് അദ്ദേഹം ഇന്ന് ചില ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് അദ്ദേഹം ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയെ തന്നെയാണ്. പക്ഷേ പറഞ്ഞതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ചിലരൊക്കെ ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചു, അത് മോശമായി പോയി എന്നുള്ളത് പോലുമല്ല. പകരം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മതാചാരങ്ങളെ അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങളെ തന്നെ ഇദ്ദേഹം വ്രണപ്പെടുത്തി എന്നൊക്കെയുള്ള ചില കൂടിയ വിമർശനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. അത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അരുൺകുമാറിനൊക്കെ ഭരണഘടന നൽകുന്നുണ്ട്. മൈത്രേനൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലും ഖുറാനും ഭഗവത്ഗീതയും അതുപോലെ ബൈബിളും ഒക്കെ തന്നെ ചവറ്റുകൊട്ടയിൽ ഇടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള എല്ലാ അധികാരവും അവർക്കുണ്ട്. അവരുടെ ഒന്നും കൈയും കാലും ഒന്നും ആരും വെട്ടാനുള്ള അവകാശമൊന്നുമില്ല എന്ന് മാത്രമല്ല, അതൊക്കെ അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. ഈ പരാമർശത്തിലും ഞാൻ അരുൺകുമാറിൻ്റെ ഒപ്പമാണ്. കാരണം അരുൺകുമാർ അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അരുൺകുമാർ പറഞ്ഞിട്ടുള്ള വാചകം ഇതാണ്. അത് മനോഹരമായി അരുൺകുമാർ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല എന്നാണ്. വി.എസിനെ കുറിച്ചാണ്. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടക്ക നിരത്തുകയോ ഉണ്ടാവില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങൾ പടർന്ന് സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിൻ്റെ മഹത്വമറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി.എസ്. ഇവിടെ വാങ്ങുന്നത്. വി.എസ്. നമ്മുടെയൊക്കെ ഇടനെഞ്ചിലെ ഒരു തീ കോരിയിട്ട് ആ ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് എന്നാണ്. ഇത് മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിക്കാനുള്ളത് മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു ഭക്തജന പ്രവാഹമെന്ന് മറ്റേ സമുദായ പത്രങ്ങൾ എന്നുള്ളത് ഉദ്ദേശിച്ചത് ആരെയാണെന്നൊക്കെ നമുക്കറിയാം. വെണ്ടക്ക നിരത്തുകയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഉള്ളത് അരുൺ കൃത്യമായി ഉദ്ദേശിച്ചത് തന്നെയാണ്. പക്ഷെ അത് അരുണിൻ്റെ രാഷ്ട്രീയമാണ്. അത് പറയാനുള്ള എല്ലാ അവകാശവും അരുണിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞതിൽ ശരിയാണ് എന്നുള്ളത് ഏതാണ്ട് 99% അത് ശരിയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൽ അരുൺ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പണ്ട് അനിൽകുമാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അനിൽകുമാർ എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള CPM-ൻ്റെ നേതാവായിട്ടുള്ള അനിൽകുമാറിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ നിരന്തരമായി വരുന്ന ഒരാളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു, ഈ പറയുന്ന മറ്റേ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലുണ്ടായിരുന്ന ഭക്തജന പ്രവാഹമൊക്കെ ഇപ്പോൾ എവിടെ പോയി? അതൊക്കെ യഥാർത്ഥത്തിൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് മുമ്പ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മീഡിയ ഹൈപ്പായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയിൽ CPM ഒക്കെ തന്നെ സംഘടനാപരമായി കൃത്യമായി വി.എസിൻ്റെ പരിപാടിയിൽ ആളുകൾ എത്തിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ഞാൻ വിചാരിക്കുന്നു. അതിനൊന്നും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജനങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഇതെല്ലാം വളരെ നാച്ചുറലായി മാത്രം സംഭവിച്ചൊരു കാര്യങ്ങളാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. നമുക്കെല്ലാം അറിയാം, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഈ പറയുന്ന അരുൺകുമാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം
അരുൺകുമാറിൻ്റെ അഭിപ്രായമാണ്. അരുൺകുമാർ അത് പലവട്ടം ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ആളുകളൊക്കെ ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അരുൺകുമാർ അത് തിരുത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പറയരുത്. ഇനിയും കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ പറയുന്ന മഹത്വം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അത് പറയാനുള്ള എല്ലാ കാര്യമുണ്ട്. പിന്നെ അതങ്ങോട്ട് പറയുമ്പോൾ തന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മറ്റേ പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്യുന്നത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസമൊന്നുമില്ലെന്നേ. അത് ഓരോരുത്തർക്കും അങ്ങനെ പ്രതീക്ഷിക്കാനും ആശിക്കാനും ഒക്കെ അധികാരമുള്ളത് പോലെ തന്നെ അരുൺകുമാറിന് അതിനെ വിമർശിക്കാനും ഒക്കെയുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോൾ ആക്രമിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം ചില വിട്ടുവീഴ്ചകൾ പറയുകയും ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയൊക്കെ ചെയ്യും. അതൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അരുൺകുമാർ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത്. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇതൊന്നും പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് ഇല്ലാതാക്കണമെന്നോ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ മറ്റത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്. ചിലർക്കൊന്നും ആ പ്രതീക്ഷ ഉണ്ടാവില്ല. ഇപ്പോൾ മറുനാടൻ ഷാജനൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമൊക്കെ തന്നെ ലോകത്ത് നിന്നില്ലാതായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വാചകം പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നൊക്കെ ചോദിക്കുന്നത് അതൊക്കെ ഷാജൻ്റെയും അഭിപ്രായമാണ്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് എല്ലാവരും കൂടി ക്രൂശിക്കാൻ മാത്രം അരുൺകുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇനി മതവികാരം വ്രണപ്പെട്ടു എന്നുള്ള ഒരു കാര്യമൊന്നും ചേർത്ത് വെക്കാനുമില്ല എന്നുള്ളതാണ് എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് അരുൺകുമാർ പറഞ്ഞതിൽ ഏതാണ്ട് ഒരുപാട് ശരികളുണ്ട്. ആ ശരികൾ അരുൺകുമാർ പറഞ്ഞേക്കണ പോലെ ഇത് ഒരു പുണ്യാളനായി അവതരിക്കുകയല്ല വി എസ് എന്ന് പറഞ്ഞാൽ വി എസ് ഒരിക്കലും അങ്ങനെ പുണ്യാളനാകാൻ പോകുന്നില്ല. ഭക്തജന പ്രവാഹം ഉണ്ടാകുന്നു എന്നുള്ളത് പത്രങ്ങളൊന്നും എഴുതില്ല. അതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് മറ്റതൊക്കെ അരുൺകുമാറിൻ്റെ ഒരു പ്രതീക്ഷയാണ് വി എസിനേക്കാൾ ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുമെന്നും ആ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ നിലവിൽ വരുമെന്നും സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാകുമെന്നും ഒക്കെ ആശിക്കാനും ആഗ്രഹിക്കാനും ഒക്കെയുള്ള ഈ പറയുന്ന പോലെ ഈ ആഗ്രഹിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അരുൺകുമാറിനുണ്ട്. അത് അരുൺകുമാർ പറഞ്ഞു എന്നുള്ളൂ. അതിനോട് ചിലപ്പോൾ ഞാനും വിയോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ വിയോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എത്രത്തോളം റിലവൻ്റ് ആണ് ഈ കാലഘട്ടത്തിൽ എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്കുമൊക്കെ ചില വിയോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് ഒരു വാക്കും പ്രവൃത്തിയും ഒന്നായി നിന്നിരുന്ന, അല്ലെങ്കിൽ അത്രത്തോളമെങ്കിലും ഒരുപക്ഷെ ഒരു പരിധിവരെയെങ്കിലും ഒന്നായി നിന്നിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അത്തരത്തിൽ പ്രതീക്ഷ അർപ്പിക്കാനും ആശിക്കാനും ഇത് വീണ്ടും ഈ പറയുന്ന പോലെ അദ്ദേഹം കൊളുത്തി തന്ന തീ കെടാതെ സൂക്ഷിക്കാനുമാണ് ആളുകൾ തയ്യാറാവുക എന്നൊക്കെ ഉള്ളത് അരുൺകുമാറിൻ്റെ പ്രതീക്ഷയാണ്. അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള എല്ലാ അവകാശവും ഡോക്ടർ അരുൺകുമാറിനുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. അതല്ലാതെ എല്ലാവരും കൂടി എന്ന് അങ്ങടെ അരുൺകുമാറിനെ ക്രൂശിച്ച് കളയാം എന്നൊന്നും വിചാരിക്കരുത്. ഈ പറയുന്ന കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അതാണ്. മതപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിമർശിക്കാൻ തന്നെ നമുക്ക് പേടിയാവുന്നു. നമുക്ക് മെഴുകുതിരി കത്തിക്കുന്നതിനെതിരെ പറഞ്ഞാൽ പോലും പേടിയാകുന്നു. ഇനി ചിരാത് കത്തിക്കുന്നതിനെതിരെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ നിലവിളക്ക് കൊളുത്തുന്നതിനെതിരെ പറഞ്ഞാൽ പോലും പ്രശ്നമാകുന്നു എന്നുള്ള നിലക്കൊന്നും കാണേണ്ടതില്ല. മതവികാരം വ്രണപ്പെടുത്തുന്ന വലിയ തരത്തിലുള്ള കമൻറ്റുകളൊന്നും അരുൺകുമാർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ബോധ്യങ്ങളുമാണ്. അതുകൊണ്ട് അരുൺകുമാറിനോടാണ് ഈ കാര്യത്തിൽ എനിക്ക് ഐക്യദാർഢ്യം. അല്ലാതെ ഇതുകൊണ്ട് ക്രിസ്ത്യൻ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നൊന്നും പറയരുത്. ഇതൊക്കെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏത് വിഷയത്തിലും മതവും തിരയുകയും അതിൽ വർഗീയത കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ പരിപാടിയാണെന്ന് പറയാതെ വയ്യ. ഇത് തന്നെയാണ് നമ്മൾ എമ്പുരാനിൽ കണ്ടത്. എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഒരു നഗരം തന്നെ തിരഞ്ഞെടുത്തത്? അവിടേക്ക് കുരിശ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ താഴേക്ക് വന്ന് വീഴുമ്പോൾ ഒടിഞ്ഞു പോകുന്നത്, എൽ ഷേപ്പിൽ ഉണ്ടാവുന്നത് എന്നൊക്കെ ആ സിനിമ 3 വട്ടം കണ്ടാൽ പോലും ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനോടൊക്കെ അട്രിബ്യൂട്ട് ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ഇത് വിഷലിപ്തമായിട്ടുള്ള പ്രചരണം നടത്താനുള്ള ചിലരുടെ തന്ത്രം മാത്രമാണ്. അതിനൊന്നും ഈ കേരളീയ സമൂഹം വഴങ്ങി കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അരുൺകുമാർ, താങ്കളുടെ അവതരണം ഗംഭീരമായിരുന്നു. താങ്കൾ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഒരു ദിവസം മുഴുവൻ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കളും അതുപോലെ സ്മൃതി പരുത്തിക്കാടും സുജയ പാർവതിയും ഒക്കെ വലിയ കഷ്ടപ്പെട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പല വാചകങ്ങളും പുറത്തു വരും. അതിൽ പലർക്കും വിയോജിപ്പുണ്ടാവും, ചിലപ്പോൾ യോജിപ്പുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യാതെ താങ്കൾ മുന്നോട്ട് തന്നെ പോവുക. അതുകൊണ്ട് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പരാമർശത്തേക്ക് എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഞാൻ പരിപൂർണമായും അരുൺകുമാറിൻ്റെ ഒപ്പമാണ്. അതിനെ മറ്റൊരു തരത്തിലും വളച്ചൊടിക്കേണ്ടതില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയെ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അത് വിനായകൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാത്തത് എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വിനായകൻ്റെ ഇഷ്ടമാണ്. വിനായകൻ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ
എൻ്റെ ഫാദർ ചത്തു, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ചത്തു, നിങ്ങൾ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇത് നിർത്ത്, എന്നിട്ട് വേറെ വാർത്തകളിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വിമർശനത്തിനുമൊക്കെ സാധ്യതകളുണ്ടായിരുന്നു അന്നത്തെ ചാനൽ റിപ്പോർട്ടിങ്ങിൽ എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആളുകൾ ഇപ്പം എന്തുകൊണ്ടാണ് പോസ്റ്റ് ഇടാത്തത്, അത് കമ്മ്യൂണിസ്റ്റ് നേതാവായതുകൊണ്ടല്ലേ, അത്തരത്തിൽ ഒരു ചായ്വ് വിനായകൻ ഉള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്ന ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യമൊക്കെ ചോദിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണത്തിനൊന്നും ആയുധമാക്കുന്നതിന് ഒരർത്ഥവുമില്ല. ഓരോ ആളുകളുടെ ചിന്താഗതികൾക്കും അനുസരിച്ച് ഇത്തരത്തിലുള്ള പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരും, ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. അത്തരത്തിലുള്ള സംവാദങ്ങളെ കൃത്യമായി എടുക്കുക. ഇതിൽ ഒരാളെ കൂടി അഭിനന്ദിക്കാതെ ഈ വീഡിയോ നിർത്താൻ കഴിയില്ല. അത് ചാണ്ടി ഉമ്മനെയാണ്. ചാണ്ടി ഉമ്മൻ അന്ന് വിനായകൻ്റെ കേസ് വന്നപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ പറയാനുള്ള അവകാശം വിനായകനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിനായകൻ ആക്രമിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ പിതാവിനെ ആളുകൾ അവരുടെ ഹൃദയത്തിലേറ്റുകയാണ് ചെയ്തിട്ടുള്ളത്, മനസ്സിലേറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ അരുൺകുമാറിനൊക്കെ അവകാശമുണ്ട്. അവകാശത്തെ അദ്ദേഹം മാനിക്കുന്നുവെന്നാണ്. അത് തന്നെയാണ് എനിക്ക് അരുൺകുമാറിനോട് പറയാനുള്ളത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക.